ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടെ. ഈ റൈസിൻ്റെ പേര് മാമൂസ് റെസിപ്പി അങ്ങനെ എന്തോ ആട്ടോ. ഞാനത് റീല് കണ്ടിട്ടുണ്ടാക്കുന്ന റൈസാണ്. പക്ഷെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുക്കുക, അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആ ചിക്കൻ ഇട്ടിട്ട് ഇതിക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു നാല് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിൻ്റെ ഒരു 2 വെളുത്തുള്ളിൻ്റെ ഫുള്ള് കേട്ടോ. അതിൻ്റെ മേലെയും താഴെയും കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകിയിട്ട് അത്, പിന്നെ 2 മാഗി ക്യൂബ്സ്, പിന്നെ കുറച്ച് സ്പൈസസ് കേട്ടോ. ഇനി പൊടികളായിട്ട് ആഡ് ആക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്തെടുത്താൽ മതി. മാഗി ക്യൂബിൻ്റെ ഉണ്ടോ നോക്കിയിട്ട് അതിൻ്റെ ബാക്കിക്ക് ബാലൻസ് ചേർത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയേക്കാളും നല്ലത് മന്തി മസാല ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർത്ത് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ആ മസാലപ്പൊടികളും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചോർക്ക് എത്ര അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് ചിക്കനും അതിലിട്ടിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ വേവണം കേട്ടോ. ചിക്കനക്കും കൂടി ആവശ്യമുള്ള ഉപ്പിട്ടെടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ചിക്കൻ അതിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അരിയിട്ടെടുത്ത് അത് അടച്ച് വെക്കുക. ഇനി ചിക്കൻ നമ്മൾ കുറച്ച് ബട്ടർ എടുത്തിട്ട് ആ ചിക്കൻ്റെ മേലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ചിക്കൻ്റെ 2 ഭാഗത്തും നല്ലോണം തേക്കണം കേട്ടോ. ഇനി നമുക്കത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഫ്രൈ പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊരിക്കുക പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി, എന്തോ ഓൾറെഡി വെന്തതാണല്ലോ, അപ്പോൾ ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഒന്നൊരു 10 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ആ വെള്ളത്തിൽ കടന്നിട്ട് ചിക്കന് വേവണം കേട്ടോ. ചിക്കന് തിളച്ച് ചിക്കൻ എടുക്കരുത്. നല്ലോണം രണ്ടും അത് വെന്തെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ ഫസ്റ്റ് ഇട്ട വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഇതിൽ വേവ് കിട്ടൂല. പിന്നെ വലിയ ചിക്കനാട്ടോ ഇതിക്ക് ശരിക്കും വേണ്ടത്. സ്കിന്നോട് കൂടിയുള്ള വലിയ ചിക്കനാണ് ഇതിക്ക് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഈ ചിക്കൻ ആയതുകൊണ്ടാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആ ബട്ടർ കുറച്ച് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിലിട്ടിട്ട് ഇതും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഓവനിൽ വെക്കാൻ പറഞ്ഞല്ലോ, ഓവനിലെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് വെച്ചതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് വെന്തിക്കണോ ഇല്ലേ നോക്കുക. റൈസ് ഒരു ബോയിലിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് മൂടിയിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ മേലെ ഒരു കനം വെച്ച് കൊടുത്തേക്കാണ്. എന്തായാലും റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.